അതിന്റെ കണ്ടിന്യൂറ്റി ചോദ്യം എന്തെന്ന് വെച്ചാൽ ഹോണ്ട വന്നിട്ട് ഹൈബ്രിഡ് കമ്പനി അല്ലേ, അത് തന്നെ ഇപ്പോഴേക്ക് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നു. ജപ്പാനിൻ്റെ സ്റ്റൈലേ വന്നിട്ട് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇതിൽ നിന്ന് കുറച്ച് തന്നെ അവർ മുമ്പോട്ട് പോകും. ഉടനെ ഒരു ജമ്പിൽ ഞങ്ങൾ ഇവിക്ക് പോകും എന്ന് അവർ ചെയ്തതില്ല. വന്നിട്ട് ഇവിക്കായ ദിവസം എന്ന് പറയുന്നത് ഇനിയും കൂടുതൽ ഇരിക്കുന്നു, കാരണം ഞങ്ങൾ ഹൈബ്രിഡിൽ പോകുന്നു എന്ന് പറയുന്നു. ബോസ് അവർ വിചാരിച്ച ഇയർലിയർ ഓപ്ഷനിൽ ഇത് തീർന്നായിരുന്നു. ഇതിന് ശേഷം എല്ലാവരും വാങ്ങുമെന്ന് വിചാരിച്ചു. അറിയാനുള്ള എത്ര പേർ ഇ വി കാർ വെച്ചിരിക്കുന്നു? ക്ലോസ് സർക്കിളിൽ ഒരു 2 പേർ വെച്ചിരിക്കുന്നു. ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത് ഒരു വലിയ സർക്കിളാണ്. 500,000 പേരിൽ 2 പേർ അറിയാം ഇ വി കാർ വെച്ചിരിക്കുന്നത്. എനിക്ക് എത്ര പേര് അറിയാം? അധികപക്ഷ ഒരാളെ 2 പേര്, നീ കൂടുതൽ സാർ. എനിക്കറിയാനുള്ള 3/4 ആൾക്കാരും കാർ വെച്ചിരിക്കുന്നു. 500 പേര് കാർ വെച്ചിരിക്കുന്നെങ്കിൽ 2 പേര് തന്നെ ഇലക്ട്രിക് കാർ വെച്ചിരിക്കുന്നു. ഇത് കാരണം തന്നെ ജപ്പാൻകാരൻ ഇളുത്തോണ്ടേ പോകുന്നു. ഓക്കെ സർ, ഫൈൻ. ഇനി ഒരു കാര്യം, ഇന്നും ഇൻഫ്രാസ്ട്രക്ചർ അതിന് ഇവിടെ വന്നില്ല. അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇവിടെ പ്രോബ്ലമേ അല്ല. എയർ നൈറ്റ് ചാർജ് ഇടാം നമുക്ക്, ഇല്ലെങ്കിൽ റോട്ടിൽ പോകുന്ന സമയത്തിൽ ലഞ്ച് എടുക്കുന്ന സമയത്തിൽ ചാർജ് ഇടാം. പക്ഷെ അതേ കാര്യം ഹോണ്ട ബൈക്സ് ഞങ്ങൾ 2028 ഇവിടെ ഈ ബൈക്സിന് ഫാക്ടറി ഇടും എന്ന് പറയുന്നു. എന്ത് ചെയ്തു? സോലാറിനെ വന്നിട്ട് ലാസ്റ്റ് ചെയ്യാൻ വിട്ടു. ഇനി നിങ്ങൾ അവിടെ സോലയിലോ പന്തയം കെട്ടി വിട്ടായിരുന്നു. സോല വിട്ടതിൽ ബജാജും ടി വി എസിനും മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്തു. ഒരു മാസത്തിന് 50,000 വണ്ടിയെങ്കിലും വിൽക്കുന്നു. 1 മില്യൺ പെട്ടെന്ന് പോകും. നാനും റേസിൽ വരുന്നു എന്ന് പറഞ്ഞു വരുന്നു. മാർക്കറ്റിൽ തെറ്റൊക്കെ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നു. ഒന്ന് ബാറ്ററി സ്വാപ്പിംഗ്, ഒന്ന് ബാറ്ററി ഓണർഷിപ്പ്. ഇത് ജോലി ചെയ്യുന്നു. ആ മോഡൽ എടുത്ത് അവനും വരും. ഹോണ്ട വിൽ ബി നമ്പർ 1, ബജാജ് വിൽ ബി നമ്പർ 2, ടി വി എസ് വിൽ ബി നമ്പർ 3. ഓക്കെ സർ, ഇത് പറഞ്ഞ കാരണം ഇന്ന് ഞാൻ ഓട്ടോമൊബൈൽ സെക്ടറിന്റെ PE എന്ത് അതിലൊരു 10 സ്റ്റോക്ക് എടുത്തിട്ട് വന്നിരിക്കുന്നു. എന്റെ PE എങ്ങനെ ഇരിക്കുന്നു, അതിനെക്കുറിച്ച് സാറിന്റെ ഒപ്പീനിയൻ എന്ത്, ഇങ്ങനത്തെ ചോദ്യം സാറിനടുത്ത് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നു. ഓട്ടോമൊബൈൽ സെക്ടറിന്റെ ഇൻഡസ്ട്രിയൽ PE ഇന്ന് അറൌണ്ട് 24 ഇരിക്കുന്നു സർ. ഒക്കെ വെൽ ലെഫ്റ്റ്. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ടൊയോട്ടയുടെ PE ഇട്, ബെൻസിന്റെ PE ഇട്, ഹോണ്ടയുടെ കൊറിയ PE ഇട്, ബോറോ PE ഇട്. ഇതുപോലെ ഒരു വലിയ കാർ കമ്പനിയുടെ 10 PE ഇട്. അതിനെ വെച്ച് കമ്പയർ ചെയ്ത് ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാരുതി നീ വാങ്ങത്തില്ല. ഇന്ത്യയിലുള്ള ഒരേ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ടാറ്റ മോട്ടോർ കമ്പനി തന്നെ. അതെല്ലാം ഔട്ട് ഓഫ് സീക്കാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബജാജിൻ്റെ MD വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഋഷഭ് MDയുടെ കുറേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. രണ്ടും നോക്കുന്ന സമയത്തിൽ ഹോണ്ട മോട്ടോർ കമ്പനി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ക്ലാസ്സേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഹോണ്ട മോട്ടോർ കമ്പനി ഈ വാല്യൂഷൻ വാങ്ങുമോ എന്നാൽ ബജാജ് വാല്യൂവിൽ വാങ്ങുമോ എന്ന് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളല്ലേ പറഞ്ഞേ സർ, 50 ലക്ഷം രൂപ ലിക്വിഡ് അസറ്റ് പോലെ ഞങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് മാർക്കറ്റ്സിന് വരണ്ടാമെന്ന്. ഇപ്പോൾ ഈ സമയം കൊണ്ട് വാങ്ങണ്ട, എന്തിനും ഇതിന് കാരണം നഷ്ടപ്പെടുന്നു സർ. എന്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ കിട്ടിയ 1-2 ഷെയർസ് ഞങ്ങൾ എടുക്കുന്നു. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ലോസ് തന്നെ ആകും. എന്ന് വെച്ചാൽ ഇത് നോർമലൈസ് ആകുമല്ലേ. അപ്പം നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ് മാത്രം വാങ്ങിയോടെ ചുമ്മാ ഇരിക്കുന്നത് ബെറ്റർ. ഓക്കെ സർ, ഞാൻ ബിലോ 30 തന്നെ PE എടുത്തു തന്നിരിക്കുന്നു. 15 കൊണ്ടുപോവാ ബോസ്. ഇതെന്ന് വെച്ചാൽ ടൊയോട്ട 10, ഹോണ്ട 7. നോക്കിയാൽ ടാറ്റ മോട്ടോഴ്സ് കൂടുതലായിട്ടല്ലേ സാർ ഇരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് 11 അറൌണ്ട് ഇന്ന് ഇത്രയും തന്നെ മാക്സിമം. ഇന്ത്യയിൽ അത് തന്നെ ബെസ്റ്റ്. അപ്പോൾ അതിന്റെ ശേഷം വേറെ 15ന്റെ താഴെ ഒന്നുമേ ഇല്ലേ സർ? കുറച്ച് ദിവസത്തിന് ഹീറോ മോട്ടോഴ്സ് കുറച്ച് വന്നു. പക്ഷെ ടാറ്റ മോട്ടോഴ്സ് മാത്രത്തിന് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഹീറോ മോട്ടോഴ്സ് 19 ഇരിക്കുന്നു. ഒരു ബെയർ മാർക്കറ്റ് തീർന്നു. ഇപ്പം തന്നെ ടൊയോട്ട കേടിയിരിക്കുന്നു. ടൊയോട്ട എവിടെ ഇരുന്നാലും സുബാറോ 5. എന്തിന് കഷ്ടപ്പെട്ട് ഇവിടെ മാരുതി വാങ്ങണം? മാരുതി ഈസ് ഓൺ ബൈ സുസുക്കി. സുസുക്കിയിൽ വലിയ ഷെയർ ഹോൾഡർ ടൊയോട്ട. കഷ്ടപ്പെട്ട് ഇത് വാങ്ങണം. കറക്റ്റ് തന്നെ സർ. മാരുതി സുസുക്കിയുടെ PE ഇന്ന് 27. എന്തുകൊണ്ട് അത് വാങ്ങണം? പറയുന്ന അബ്രോഡ് കണക്ക് ഞാൻ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് എനിക്ക് കോസ്റ്റ്ലി ആയിരിക്കുന്നത് സർ. ടാറ്റ മോട്ടോഴ്സിന് എന്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ASM മറക്കുന്നു, ടാറ്റ 407 മറക്കുന്നു. AS എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ വണ്ടി വിറ്റിട്ടുണ്ട്. ടാറ്റ 407 എന്ന് പറയുന്നത് 13 ലക്ഷം വണ്ടി വിറ്റിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് ഒരു വാല്യൂഷൻ ഇരിക്കുന്നു. ഓക്കെ സർ, അങ്ങനെ കണക്ക് നോക്കിയാൽ ഏത് ഷെയറും സാർ പറയുന്ന കണക്കിന്റെ അടുത്ത് കൂടെ വരത്തില്ല. ഇത് കാരണം തന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നേ ഇല്ല. കുറച്ച് ദിവസത്തിന് മുമ്പ് ഹീറോ മോട്ടോർ കാർ 3600. അപ്പൊ അത് കൂടെ ഇല്ല. ബാങ്കിങ് സെക്ടറിന് സാറിന്റെ ഒപ്പീനിയൻ പ്രൈസ് ടു ബുക്കിംഗ് എത്ര ഇരിക്കാം സാർ? ഐഡിയൽ ലെസ് ദാൻ 1 ഇരിക്കാം. മാക്സിമം 1.3, 1.4. ഓക്കെ സർ. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസിന്റെ പ്രൈസ് ടു ബുക്കിംഗ് വാല്യൂ ആസ് ആൻ ഇൻഡസ്ട്രി 2.35 ഇരിക്കുന്നു. 0.8 വാങ്ങാൻ എനിക്ക് എത്ര മാർജിൻ ഓഫ് സേഫ്റ്റി ഇരിക്കുന്നു എന്ന്. 0.3 എങ്കിൽ 1.5% മാർജിൻ ഓഫ് സേഫ്റ്റി. ഇപ്പൊ ഞാൻ ഒരു 10 ബാങ്ക്സ് മാത്രം പറയുന്നു സർ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ സർ. HDFC 2.82 വേണ്ട. ICICI 3.81 വേണ്ട. State Bank of India 1.44 നോ. Kotak Mahindra 2.62 നോ. Axis Bank 1.99 നോ. IndusInd Bank 0.96. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒന്നിന് കുറച്ച് ഇത് വന്നിരിക്കുന്നു. കൺസിഡർ ചെയ്യാം. പറഞ്ഞ അതേ പ്രൈസ് ടു ബുക്ക് ഇരിക്കുന്നു. ഓക്കെ. നാഷണൽ ബാങ്ക് 0.88. ഇയാ തന്നാ കൂടെ എനിക്ക് വേണ്ട. ഓക്കെ സർ.
ബാങ്ക് ഓഫ് ബറോഡ 0.85, വേണ്ട, IDFC ഫസ്റ്റ് ബാങ്ക് 1.28, കുറച്ച് കോസ്റ്റ്ലി. ഫെഡറൽ ബാങ്ക് 1.42. ഇതും കുറച്ച് കോസ്റ്റ്ലി. ഓക്കെ സർ, ഫൈൻ. ഈ 10 ബാങ്ക് തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ട് വന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ പറഞ്ഞ ഇത് കർണാടക ആൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് നിങ്ങൾ ഇതിൽ ചേർക്കാം. കരൂർ വ്യവസായ ബാങ്കിനെ 150ൽ സേഫായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ സർ, ഫൈൻ. ഇത് തന്നെ ഇന്നത്തെ ചോദ്യം സർ. ഒവ്വൊരു സെക്ടറിന് ഈ PE ഇത് റേഷ്യോ ചോദിച്ചായിരുന്നു. ഞാൻ തിരിച്ചും ഞങ്ങളടുത്ത് പറയുന്നു, ഞാൻ സഡനായിട്ട് പറയാൻ പറ്റത്തില്ല. ലോകത്തിൽ എന്ത് നടക്കണമെന്ന് നോക്കണം. ഇന്ത്യ വേൾഡ് ബീറ്റർ ആയിരിക്കണമെന്ന് നോക്കണം. ഇന്ത്യയിലെ റുപ്പി വീഴുന്നുകൊണ്ടേ പോകും. ഇതൊക്കെ നോക്കുന്ന സമയത്തിൽ ജപ്പാൻ ബെറ്റർ ഇൻ ഓട്ടോ പോലെ ബെൻസ് നോക്കിയെങ്കിൽ ഇന്നും ചീപ്പായിരിക്കും, അത് ഇന്നും ചീപ്പറായിരിക്കും. നിങ്ങൾ ഏതിനെ എപ്പോൾ നോക്കുന്നു എന്നതാ ബേസ് ചെയ്താണ് ഇതിരിക്കുന്നു. സോ ഇത് കാരണം തന്നെ സർ, IDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് പ്രശ്നത്തിൽ ഈ വാരത്തിൽ പോയിക്കൊണ്ടിരുന്ന കാരണത്താൽ, അല്ല, ഈ സമയം ജാപ്പനീസ് ബാങ്ക് നോക്കിയെങ്കിലും അത് ചീപ്പാ തന്നെ ആയിരിക്കും. അതായത് എല്ലാ ബാങ്ക്സും ബാങ്കിങ് സെക്ടർ എടുത്തിട്ട് വന്നായിരുന്നു. BYD ഇതുപോലത്തെ കാര്യങ്ങൾ വന്നതാൽ ഓട്ടോമൊബൈൽ സെക്ടർ ഈ വാരത്തിൽ ഞാൻ ചോദിച്ചിരിക്കുന്നു. വീക്ക് അടുത്ത സെക്ടർ എടുത്തിട്ട് വന്നിട്ടില്ല, അതിൽ നിന്ന് ഞങ്ങൾ ചോദ്യം ചോദിക്കാം സർ. താങ്ക് യു സർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ അവിടെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.